സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. ഞങ്ങൾ പറഞ്ഞു തന്നാ മതിയോ? പുറകെ നിന്ന് ശബ്ദം കേട്ടപ്പോൾ സുറുമി തിരിഞ്ഞു നോക്കി. അവിടെ കഥകിൽ ചാരി നിഹാലും അവൻ്റെ തൊട്ടടുത്തായി അവളെ തന്നെ നോക്കി നിറഞ്ഞ പുഞ്ചിരിയുടെ മഷൂദ് നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ സുറുമി, സ്കിറ്റ് പ്ലാനറൊക്കെ ഇവരാണ്. അപ്പം അവർ തന്നെ പറഞ്ഞുതരും. ഒന്ന് വേഗം പറഞ്ഞു കൊടുക്കണ്ട ഇക്കാക്ക. എന്നിട്ട് ഇണക്കുരുവികൾക്ക് എന്താ കുറുകാനുള്ളതെന്ന് വെച്ചാൽ ആവാലോ. ഇവിടെ ഒരാളുടെ തലക്കുമേലെ കിളികൾ വട്ടം വിട്ട് പറക്കാണ്. വേറൊരാൾ തൻ്റെ പ്രണയിനിയോട് സാന്നിധ്യത്തിൽ ധൃതപുളിങ്ങളിൽ നിൽപ്പാണ്. ഇതൊക്കെ തീർന്നിട്ട് വേണം എന്തേലും പറഞ്ഞ് ഉമ്മയോട് വേദന മാറിയെന്ന് പറയാൻ. ഇല്ലെങ്കിൽ എൻ്റെ ചന്തിക്കിട്ടൊരു കുത്തുറപ്പാ. വേദനക്കുള്ള ഇഞ്ചക്ഷൻ ചെയ്യാൻ കൊണ്ടുപോകാനെന്നാ ഇപ്പം കൂടി ഉമ്മ പറഞ്ഞോളൂ. ഹനയുടെ സംസാരം കേട്ട് എല്ലാവരും ചിരിച്ചു. ഓളത് പറയാലോ, ഇവനില്ലേ എന്നും വിളിക്കും. എന്നിട്ട് ഒടുക്കത്തെ വെറുപ്പിക്കലും നിന്റെ മിസ് ചെയ്യലും കാണാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് കോളേജിൻ്റെ മുമ്പിൽ പാടത്ത് വെച്ച് നോക്കുകുത്തിയെ പോലെ നിൽക്കുന്നത് നല്ലത്. പ്രൈവസി ഇവിടെയാണെന്ന് തോന്നി. അതുകൊണ്ട് ഇവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. സൽമാനെ വിളിച്ച് നിന്നെ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യാനും ഏൽപ്പിച്ചു. നിന്റെ വാപ്പച്ചിക്ക് താല്പര്യമില്ലാത്ത ബന്ധമായതുകൊണ്ട് ഉമ്മയും വാപ്പച്ചിയും അറിയിക്കാൻ ഒരു ബുദ്ധിമുട്ട്. നിന്റെ വീട്ടിൽ അംഗീകരിക്കാത്ത ബന്ധത്തിന് കൂട്ടു നിൽക്കാൻ ഒരുപക്ഷെ അവരും ഒരുക്കമാണെന്ന് വരില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡ്രാമ വേണ്ടി വന്നു. എന്തായാലും നിങ്ങൾ സംസാരിക്കും, ഞങ്ങൾ അപ്പുറത്തുണ്ടാകും. മഷു, ക്യാരി ഓൺ. നിഹാൽ ചിരിയോടെ മഷുവിൻ്റെ പുറത്തുനിന്ന് തട്ടി കണ്ണുകൊണ്ട് റൂമിലേക്ക് കയറാൻ പറഞ്ഞു. ഹിബയും ഹനയും ഒന്ന് നോക്കി. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായെന്ന പോലെ ഹിബ അവൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. നീ എന്താണ് നിൽക്കുക? സുർമിയ മഷൂദിനെ നോക്കി അവിടെ തന്നെ നിൽക്കുന്ന ഹനയെ കണ്ട് നിഹാൽ ചോദിച്ചു. സുർമിക്കൊരു കൂട്ടിനെ, അതിനവനില്ലേ? സുർമി, ഞാൻ പൊയ്ക്കോട്ടെ. മറുപടി സുർമി തലയാട്ടി സമ്മതിച്ചു. ഹെടി കള്ളി, വെറുതെങ്കിലും എന്നോട് നിനക്കൊരു കൂട്ടിന് നിൽക്കാൻ പറ. ഹന അപ്പോഴേക്കും മുറിക്ക് പുറത്തുനിന്ന് നിഹാലിൻ്റെ വിളി വന്നിരുന്നു. ദാ വരുന്നു, പെങ്ങളായി കൊണ്ടേനെ, അബദ്ധമൊന്നും കാണിക്കല്ലേ. പോകുന്ന പോക്കിൽ അവളേരി മഷൂദിനോട് പറഞ്ഞു. ചിരിയോടെ അവൻ തലയാട്ടിക്കൊണ്ട് റൂമിലേക്ക് കയറി. മഷൂദ് മുമ്പിലേക്ക് രണ്ടടി വെച്ചപ്പോൾ പുറകിലൊരു കാൽപ്പെരുമാറ്റം. സംശയത്തോടെ അവനൊന്ന് പുറകിലേക്ക് നോക്കി. തല മാത്രം ഉള്ളിലേക്കിട്ട് ഇളിഞ്ഞ ചിരിയോടെ ഹന. വാതിലടക്കണമെന്നറിയാനാ അവൻ നോക്കുന്നത് കണ്ട് പെട്ടെന്ന് അവൾ പറഞ്ഞു. വാതിലടിച്ച് പുറത്തുനിന്ന് ലോക്ക് ചെയ്തോ, ഞാൻ പറയുമ്പോൾ തുറന്നാൽ മതി, കുസൃതിയോടെ മഷൂദ് പറഞ്ഞു. അവൻ്റെ മറുപടി കേട്ടപ്പം അവളൊന്ന് ചമ്മി. ഒട്ടും വൈകാതെ തന്നെ മറുപടിയും കൊടുത്തു. മിണ്ടാപ്പൂച്ചകൾ കലൊടുക്കുമെന്ന് പണ്ടുള്ളവർ പറയുന്നത് വെറുതെ അല്ല. ഇനി ഞാനായിട്ട് നിങ്ങളുടെ പ്രൈവസി കളയുന്നില്ല. ചെറിയൊരു കുശുമ്പോടെ പറഞ്ഞുകൊണ്ടവൾ ഏന്തി വലിഞ്ഞ് ഡോറിൻ്റെ ഹാൻഡിൽ പിടുത്തമിട്ടു. ഡോറെടുക്കാനായി ഒരുങ്ങിയതും പുറകിൽ നിന്ന് നിഹാൽ അവളുടെ ചെവിക്ക് പിടിച്ചു വലിച്ചു. വേദന കൊണ്ടവൾ ശബ്ദം ഉണ്ടാക്കുന്നതും പുറകെ വാതിലടയുന്നതും കണ്ട് മഷൂദ് ചിരിച്ചു. അതേ ചിരിയോടെ അവൻ നോക്കിയത് കണ്ണൊക്കെ കെറുകി ചുണ്ടൊക്കെ കൂർപ്പിച്ച് അവനെ നോക്കി നിൽക്കുന്ന സുർമിയാണ്. പുരികം കൊണ്ടവൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ഭാഗത്തേക്ക് ചുണ്ട് കോട്ടിക്കൊണ്ടവൾ മുഖം തിരിച്ചു. അത് കാണെ കുസൃതി ചിരിയോടവൻ അവളുടെ ഭാഗത്തെ ഓരോ അടിയായി ചുവട് വെച്ചു. അവൻ നടന്നു വരുന്നത് അറിഞ്ഞിട്ടും കൈകൾ മാറിപ്പിടച്ച് വെച്ചുകൊണ്ടവൾ അതേ നിൽപ്പ് തുടർന്നു. നടന്നവൻ അവൾക്കരികെ തൊട്ടടുത്തായി വന്നു നിന്നു. നീ പെണ്ണ് തന്നെ അല്ലേടി? അത്ര അടുത്തവൻ എത്തിയിട്ടും ഒരു ഭാവഭേദമില്ലാതെ നിൽക്കുന്ന അവളെ നോക്കി അവൻ ചോദിച്ചു. സംശയമുണ്ടോ? ഉണ്ട്, നിനക്ക് പറ്റുമെങ്കിൽ തെളിയിക്ക്. അത് കേട്ടപ്പോൾ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ടവൾ ചുണ്ടുകൊട്ടി. അവളുടെ കുറമ്പ് നിറഞ്ഞ മുഖം കാണെ ചിരിയോടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തോടെ കണ്ണിലൊളിപ്പിച്ച പ്രണയത്തോടെ അവളെ തന്നെ നോക്കി നിന്നു. നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും അവൻ്റെ മറുപടി ഒന്നും ഇല്ലായിരുന്നിട്ടും അവൾ തലചരിച്ച് അവനെ നോക്കി. അവളെ തന്നെ നോക്കി നിൽക്കുന്ന മഷൂദിനെയാണ് അവൾ കണ്ടത്. പുരികം പൊക്കിക്കൊണ്ടവൾ എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ എന്തൊരു ദുഷ്ടനല്ലേ, ചതിയൻ, വഞ്ചകൻ, വാക്കിന് വിലയില്ലാത്തവൻ. ദുഃഖാഭിനയിച്ചു കൊണ്ടവൻ ഇടം കണ്ടിട്ട് അവളെ നോക്കി. സംശയത്തിൻ്റെ കണ്ണുകളോടെ അവളും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഹലോ, അതെവിടുന്നാ കിട്ടിയേ? 1-2 നിമിഷത്ത് അവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ. അതൊക്കെ കിട്ടി, നിന്റെ തൊഴി തന്നെയാണ് ഈ ചാരപ്രവൃത്തി നടന്നത്. അവൻ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഹലോ, അതപ്പോൾ വിഷമം വന്നപ്പോൾ കള്ളം പിടികിട്ടിയ പോലെ അവൾ വാക്കുകൾക്ക് വേണ്ടി പ്രയാസപ്പെട്ടു. എൻ്റെ വിധി, അതല്ലാതെ എന്ത് പറയാൻ. എൻ്റെ ഹൃദയമിടിപ്പ് പോലും ഒരുത്തിക്ക് വേണ്ടിയാണ്. അപ്പോൾ അവൾക്ക് ഞാൻ ഒന്നിനും കൊള്ളാത്ത, വാക്കിന് വിലയില്ലാത്ത ചതിയനും വഞ്ചകനുമാണെന്ന് എഴുതി വച്ചേക്കുന്നു. ഇത് കയ്യിലെത്തി വായിച്ചപ്പോഴേ എൻ്റെ പെണ്ണെന്നെക്കുറിച്ച് ഇങ്ങനെയൊന്ന് വിചാരിക്കുക പോലും ഇല്ലെന്നൊക്കെ വീമ്പ് പറഞ്ഞ് നടന്നവനാ. പറഞ്ഞിട്ട് കാര്യമില്ല. പോക്കറ്റിൽ നിന്ന് 4 മടക്കി വെള്ള കടലാസ് കൈയെടുക്കുന്നതോടൊപ്പം കപട നിരാശയിൽ അവൻ പറഞ്ഞു. അതിങ്ങനെ വീണ്ടും പറയണ്ട. അതപ്പോൾ സങ്കടം വന്നപ്പോൾ അറിയാതെ പറ്റിപ്പോയതാ. പോട്ടെ, അതൊക്കെ ഞാൻ ക്ഷമിച്ചു. പക്ഷേ അവനെ നിർത്തി കണ്ണിലൊളിപ്പിച്ച കുസൃതിയാലെ തുടർന്നു. വേറൊരു വാക്കും കൂടെ ഉണ്ട്. അതെൻ്റെ അഭിമാനത്തിന് കോട്ടം പറ്റുന്ന ഒന്നാ. അത് ഞാൻ എങ്ങനെ സമ്മതിച്ചു തരില്ല. ചെറിയ രീതിയിലാണെങ്കിലും എനിക്കതൊന്ന് തെളിയിച്ചേ പറ്റൂ. ചുണ്ടിൽ ഊറി വന്ന ചിരി അടക്കി നിർത്തിക്കൊണ്ടവൻ പറഞ്ഞു.
കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയുടെ അതിലുപരി അന്ന് ചങ്കുപൊട്ടുന്ന വേദനയിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ചതെന്ന് ഓർത്തുകൊണ്ടവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. പറയട്ടെ, എന്താണെന്ന്? അവൻ മുഖം അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടവൾ പതിയെ പുറകിലേക്ക് ചുവട് വെച്ചു. അവൾ പുറകിലേക്ക് പോകുന്നതനുസരിച്ച് അവനും ഓരോ ചുവടുകളായി മുന്നിലേക്ക് വെച്ചു. ചുമരിൽ തട്ടി നിന്നപ്പം അവൾ ഒരുക്കിടലത്തിലൂടെ അവനെ നോക്കി. പരൽമീനുകൾ പോലെ പിടിയുന്ന അവളുടെ കൃഷ്ണമണിയുടെ ഇടം കണ്ണിൽ ആ കലർന്നിരിക്കുന്ന മഷിമറുകും കാണെ അവൻ്റെ ഉള്ളിൽ അടക്കി വെച്ച അവളോടുള്ള ഭ്രാന്തമായ സ്നേഹം മുളപ്പൊട്ടി. മുക്കുത്തിയുടെ സ്ഥാനത്തെത്തി പറ്റിച്ചേർന്ന് കിടക്കുന്ന ഇളം കാപ്പി കാക്കാപ്പുള്ളിയിലും മേൽച്ചുണ്ടിന് മീതെയുള്ള കുഞ്ഞു കുറുനരികൾക്കിടയിൽ പൊടിഞ്ഞിരിക്കുന്ന വിയർപ്പ് തുള്ളികളെയും അവൻ്റെ ചുണ്ടുകളാൽ ഒപ്പിയെടുക്കാൻ അവൻ കൊതിച്ചു. അവളുടെ കണ്ണുകളിൽ നോക്കി നിൽക്കെ അവൾ തൻ്റെ മുമ്പിൽ നിന്ന് ഓടി മാറാനുള്ള പഴുതു തേടുകയാണെന്ന് മനസ്സിലായതും അവൻ അവൾക്ക് ഇരുവശവും ചുമരിൽ കൈകൾ കുത്തിവെച്ചു. എങ്ങോട്ടോ ഓടിപ്പോകാൻ നോക്കുന്നേ? ഇതിലെന്താ എഴുതിയേ? ഞാൻ ആണത്തില്ലാത്തവനാണെന്നോ? ചുമരിൽ കുത്തിവെച്ച കൈകൾക്കുള്ളിൽ കത്തി കാണിച്ചു കൊണ്ടവൻ ചോദിച്ചു. എൻ്റെ ആണത്ത് കാണിച്ചു തരട്ടെ ഞാൻ? അയ്യടാ, ആണത്ത് കാണിക്കാൻ പറ്റിയൊരു മുതൽ എന്നെ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴല്ലേ ആണത്തം കാണിക്കേണ്ടത്. മാപ്പിച്ചോട് വായ തോന്നിയെ വിളിച്ചു പറയുന്നിടത്ത് കാണിക്കുക ഈ ആണത്തം. പൂച്ചയെ പോലെ പതുങ്ങി പോയെന്നേ അവൾ നിന്ന് പെട്ടെന്ന് തിരിച്ചടിച്ചപ്പോൾ അവനെ സമ്മതിച്ചു. എടി പുലിക്കുട്ടി, നീ നിൻ്റെ ബാപ്പാൻ്റെ മോള് തന്നെ. ഞാനെന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? പറ. നിങ്ങളെ പറഞ്ഞു, ഞാനല്ലല്ലോ. അവൾ പുച്ഛത്തോടെ തലവെട്ടിച്ചു. നിനക്കെന്തൊരു പുച്ഛം? എന്താ ഞാൻ ആദ്യം പറഞ്ഞത്? നിന്നെ കാണാൻ ശ്രമിക്കില്ലെന്ന്. നിങ്ങളിൽ ഒരാൾ സമ്മതം തരുന്നത് വരെയൊന്ന് കൂടെ ചേർത്ത് പറഞ്ഞേ. വാപ്പ സമ്മതം തന്നില്ലേലും സൽമാൻ തരുന്ന ഉറപ്പല്ലേ? പിന്നെ നിന്നെ സുരക്ഷിതമാക്കാൻ വാപ്പച്ചിക്ക് അനുവാദം കൊടുത്തത്. എടി ബുദ്ധൂസേ, നീ എനിക്കൊരു വാക്ക് തന്നിട്ടില്ലേ കാത്തിരിക്കുമെന്ന്? നീ കാത്തിരിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ വാപ്പച്ചി എങ്ങനെ നിൻ്റെ ജീവിതം സുരക്ഷിതമാക്കുക? നീ സമ്മതിക്കില്ലല്ലോ. ഇനി അഥവാ അങ്ങനെ ഒന്നും ഉണ്ടായാൽ സൽമാൻ ഉണ്ടല്ലോ. ആ ധൈര്യത്തിൽ പറഞ്ഞതാ. നീ ഇതിൽ എഴുതിയിരിക്കുന്നതിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം മാത്രമില്ല. എൻ്റെ ജീവിതത്തിലും മനസ്സിലും ഒരു പെണ്ണിന് മാത്രമേ സ്ഥാനമുള്ളൂ, അത് നീയാണെന്ന്. അത് മാത്രം എന്താ എഴുതിയില്ല? ഓ അല്ലേ ആര്യം, നിൻ്റെ മുഖത്തെ പുച്ഛത്തിന് മാത്രം ഒരു കുറവില്ലല്ലോ. നിന്നെ ഇന്ന് ഞാൻ കുസൃതിയോടെ പറഞ്ഞുകൊണ്ടവൻ ഷർട്ടിൻ്റെ കോളർ മേലേക്ക് പിടിച്ചിട്ട് മുഖം അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്കായി വലിച്ചിട്ടു. ഏറി വരുന്ന ഹൃദയമിടിപ്പിനെ അടക്കി നിർത്തിക്കൊണ്ടവൾ രണ്ടു പുരികം പൊക്കി ചോദ്യഭാവത്തിൽ നോക്കി. അവൻ മുഖഭാവം അവളുടെ മുഖത്തിന് നേരെ കൊണ്ടുവന്ന് പ്രണയപൂർവ്വം അവളെ നോക്കുന്ന അവൻ്റെ കണ്ണുകളിലേക്ക് അവളും മിഴിനട്ടു. അന്നൊരുപാട് വിഷമിച്ചോ? അവൻ്റെ സ്വരം ആർദ്രമായിരുന്നു. മറുപടിയെ അവളൊന്ന് വേദനയോടെ പുഞ്ചിരിച്ചു. അതിലെ വരികൾ പലതും നിന്റെ കണ്ണുനീരാൽ കുതിർന്നിരുന്നു. അവൾ അനുഭവിച്ച വേദന അറിഞ്ഞെന്ന പോലെ അവൻ പറഞ്ഞു. പെട്ടെന്ന് എന്നെ മോഹിപ്പിച്ച് കടന്നു കളഞ്ഞെന്ന് തോന്നി. മനസ്സ് മുഴുവൻ മരവിച്ച പോലെയായിരുന്നു. പിറ്റേന്ന് ഞാൻ കുറേ നോക്കി. കോളേജിലേക്ക് പോകുമ്പോഴും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും ബസ്സിലും വഴിയിലും എല്ലാം. അന്ന് വൈകിട്ട് വീട്ടിലെത്തുന്നത് വരെ ഒരു പ്രതീക്ഷയായിരുന്നു വരുമെന്ന്. എന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുമെന്ന്. ഒന്നും സംഭവിച്ചില്ല. എന്നെ വേണ്ടാതെ എന്ന് വിചാരിച്ചു പോയി ഞാൻ. മനസ്സിലെ വിഷം ആരോടും പറയാൻ കഴിയാതെ വന്നപ്പോൾ ഒരാശ്വാസത്തിനാ അങ്ങനെയൊക്കെ എഴുതിയേ. അല്ലാതെ ഒരു തരി പോലും എനിക്ക് വെറുപ്പോ ദേഷ്യമോ തോന്നിയില്ല. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ അവൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. നിന്നെ വേണ്ടാതെ എന്ന് വെറുതെ പോലും പറയില്ല സുർമി. പ്രതീക്ഷിച്ച ആശ്വസിച്ച ജീവിതം തരില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനും ആകെ തകർന്നു പോയി. വാപ്പച്ചിയോട് അങ്ങനെയൊക്കെ പറഞ്ഞതും നിന്നെ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കില്ലെന്നുള്ള ഉറപ്പ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ്. നീ അതിനെ എങ്ങനെ എടുക്കുമെന്നോ അത് നിന്നെ എത്ര വേദനിപ്പിക്കുമെന്നോ ഞാൻ ഓർത്തതുപോലുമില്ല. സഫയുടെ മുഖം കാണാൻ അവൾ ആശിച്ച ജീവിതം പോലും കൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ എന്നൊരു ഭയമായിരുന്നു. നിന്റെ അവസ്ഥ നവിയും സഫയും പറഞ്ഞപ്പോഴും അതിന് പിന്നിൽ ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങളായിരിക്കുമെന്ന് വിചിന്തിച്ചത് പോലുമില്ല. അതാ അന്ന് ആ കുറിപ്പിൽ ഇതിനെക്കുറിച്ചൊന്നും സൂചിപ്പിക്കുക പോലും ചെയ്യാതിരുന്നേ. ഇന്നലെ നവീത് കൊണ്ട് തന്നപ്പോൾ ഇതിലെ വരികൾ വായിച്ചപ്പോൾ അങ്ങിങ്ങായി മഷി പടർന്നിരിക്കുന്ന അക്ഷരങ്ങൾ കണ്ടപ്പോഴാണ് എൻ്റെ വാക്കുകൾ നിന്നെ എത്ര കണ്ട് മുറിവേൽപ്പിച്ച് കാണുമെന്ന് ഓർത്തത് പോലും. ഉള്ളിൽ നിറയെ പരിഭവമായിരുന്നു. ഒരു കാരണവുമില്ലാതെ എൻ്റെ സ്നേഹത്തെ തട്ടിയെറിഞ്ഞെന്ന് തോന്നിയപ്പോൾ. പക്ഷെ അതാ കത്ത് വായിച്ചപ്പോൾ തന്നെ അലിയില്ലാതെയായി. ഇനി ഉണ്ടെങ്കിൽ തന്നെ എല്ലാം പറഞ്ഞു തീർക്കാനാണ് നിന്നെ കാണാൻ വന്നത്. ഈ മനസ്സിലെന്നും എന്നോടൊരു ഇഷ്ടം മാത്രം മതി. സമ്മതത്തോടെ അവൾ തലയാട്ടി. ഉള്ളിൽ എവിടെയോ കാരണമറിയാതെ അവനോട് തോന്നിയൊരു കുഞ്ഞി പരിഭവം പോലും അവിടെ അലിഞ്ഞില്ലാതെ എന്ന് തോന്നിയവൾക്ക്. എന്നാ പോണേ? പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അവൾ ചോദിച്ചു. മറുപടി അവനൊന്ന് വേദനയോടെ ചിരിച്ചു. യാത്ര പറയാൻ കൂടെയാണ് വന്നത്. പോവാണ്. എന്ന് ശബ്ദം ഇടറാതിരിക്കാൻ അവൾ പ്രയാസപ്പെട്ടു. നാളെ ഏർലി മോർണിംഗ് 4 മണിക്കാണ് ഫ്ലൈറ്റ്. മറുപടി ഒന്നും പറയാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. 1000 ചുംബനങ്ങളാൽ നിന്നെ മൂടണമെന്നും നിന്നെ ഇറുകെ പിടിച്ച് എൻ്റെ മാറോടണിച്ച് നിൻ്റെ മനസ്സിലെ വിഷമം അലിഞ്ഞില്ലാതാക്കണമെന്നൊക്കെ ഉണ്ട്. വേണ്ട, നീ എനിക്ക് മാത്രമാകുന്ന ആ ദിവസം അന്നേക്ക് വേണ്ടി മാറ്റി വെച്ചോട്ടെ ഞാൻ. പറയുന്നതോടൊപ്പം അവളുടെ മുഖമാകെ അവൻ്റെ മെഴികൾ ഓടി നടന്നു.
അങ്ങനെ ഒരു ദിവസം അതിന് വാപ്പിച്ച് സമ്മതിക്കോ? സമ്മതിക്കും. ഇല്ലെങ്കിൽ സമ്മതിക്കുന്നത് വരെ കാത്തിരിക്കും. സമ്മതിക്കാതിരിക്കാൻ വേറെ മതമൊന്നുമല്ലല്ലോ. എനിക്ക് ജീവനുണ്ടെങ്കിൽ നിന്നെ ഒരാൾക്ക് വിട്ടുകൊടുക്കില്ല. അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. മഹർ കൊടുത്ത് നിന്റെ വാപ്പയുടെ കൈ പിടിച്ച് ഞാൻ നിന്നെ നിക്കാഹ് ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് നിക്കാഹ് ചെയ്തവളാണ്. ദൃഢമായിരുന്നു അവൻ്റെ സ്വരം. മറുപടിയെ അവൾ പുഞ്ചിരിച്ചു. പോകാം, ഉമ്മി കയറി വന്ന പണി പാടും. അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടിക്കൊണ്ട് സമ്മതിച്ചു. ഒന്നുകൂടെ അവൻ്റെ മിഴികൾ അവളുടെ മുഖമെല്ലാം ഓടി നടന്നു. പതിയെ അവൻ അവളുടെ കണ്ണുകളിലേക്കും നെറ്റിയിലേക്കും ഊതി. അവൾ മെല്ലെ കണ്ണുകൾ അടച്ചു നിന്നു. പെട്ടെന്ന് കണ്ണു തുറന്നവൾ കൈ നീട്ടി. ആ കത്ത് തരൂ. വേണ്ട, എനിക്ക് വേണം. നിന്റെ കയ്യക്ഷരം പതിഞ്ഞ നിന്റെ കണ്ണുനീർ വീണുണങ്ങിയ ഈ കടലാസ് എനിക്കിനി ഏറെ പ്രിയപ്പെട്ടതാണ്. ഞാൻ കൊണ്ടുപോകും. ഇനിയൊരു നോക്ക് നിന്നെ കാണുന്നത് വരെ ഓർത്തിരിക്കാൻ എനിക്കിത് വേണം. അവനെ കത്ത് അവൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടു. അതിൽ നിന്ന് വെള്ള കവർ എടുത്തു. അതിലെന്താണെന്നറിയാൻ വിടർന്ന കണ്ണുകളോട് അവൾ അതിലേക്ക് നോക്കി. ഒറ്റനോട്ടത്തിൽ അതൊരു സ്റ്റുഡിയോ കവറാണെന്ന് അവൾക്ക് മനസ്സിലായി. അവനത് തുറന്ന് അവളെ കാണിച്ചു. ആകാംക്ഷയോടെ അവൾ അതിലേക്ക് നോക്കി. അവളുടെ ഫോട്ടോകളായിരുന്നു അതിൽ. ഹനയുടെ റിസപ്ഷൻ്റെ ദിവസം സുറുമി ഡാൻസ് ചെയ്യുന്നൊരു ഫോട്ടോയും, അത് കഴിഞ്ഞ് സന്തോഷത്തോടെ ഹന അവളെ പുണർന്നുകൊണ്ട് ചുംബിക്കുന്നൊരു ഫോട്ടോയും, ഷെറിയുടെ കല്യാണ ദിവസം അവർ 10 പേരും ഒരു ഫ്രെയിമിൽ നിൽക്കുന്ന മനോഹരമായൊരു ഫോട്ടോയായിരുന്നു അതിലുണ്ടായിരുന്നത്. അത് കാണെ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. 3 ഫോട്ടോയും കാണിച്ചു കൊടുത്തുകൊണ്ടവൻ അവളുടെ ഡാൻസ് ചെയ്യുന്ന ഫോട്ടോ ഒന്നുകൂടെ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. എന്താണെന്നറിയാൻ സംശയത്തോടെ അവൾ അവനെ നോക്കി. സൂക്ഷിച്ചു നോക്ക്. കുറുക്കൻ്റെ കണ്ണ് എവിടെയെന്ന് ദൂരെയായതിനാൽ നിന്റെ മുഖം എനിക്ക് വ്യക്തമായില്ലായിരുന്നു. ഇപ്പം നോക്കിയപ്പോലെ മനസ്സിലായി നിന്റെ കണ്ണ് 2 പതിപ്പിച്ചിരിക്കുന്നത് ആളിൻ്റെ എൻട്രിയിലേക്കാണെന്ന്. അവിടെ എന്താ? അവൾ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. നിന്റെ വാപ്പ. അവനും വിട്ടുകൊടുത്തില്ല. വാപ്പാനെ പറയുന്നു. സത്യമല്ലേ പറഞ്ഞേ? നിന്റെ വാപ്പ കുത്തിച്ചേർന്നിരുന്ന് നിന്നെ നോക്കിയതെന്ന് കാണുന്നു, അതല്ലേ അവിടേക്ക് നോക്കി നീ ഡാൻസ് കളിച്ചത്? മറുപടി അവൾ ചുണ്ടുകൊട്ടി. ചിരിച്ചുകൊണ്ടവൾ കണ്ണടച്ച് കാണിച്ചു. അത് കണ്ടപ്പോൾ അവളും ചിരിച്ചുപോയി. പോകാം. എന്നെ ചിരിച്ചുകൊണ്ട് യാത്രയാക്കണം. ഇനി കാണുന്നത് വരെ ഓർത്തിരിക്കാൻ ആ നിറഞ്ഞു പുഞ്ചിരിക്കുന്ന മുഖമാണ് വേണ്ടത്. അവളുടെ ഉള്ളിലെ നോവ് തിരിച്ചറിഞ്ഞ പോലെ അവൻ പറഞ്ഞു. മറുപടിയായി നിറഞ്ഞ കണ്ണുകളോടെ അവൾ ചിരിക്കാൻ ശ്രമിച്ചു. ഹൃദയങ്ങൾ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ഒരിക്കലും അവളിൽ നിന്ന് അവനിൽ നിന്ന് അവൾക്കോ തിരികെ പോകാൻ ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ സാഹചര്യം അവൾക്കെതിരായിരുന്നു. കണ്ണിൽ ഊറി വന്ന മിഴിനീർ കണങ്ങൾ അവൻ കാണാതിരിക്കാൻ അവൾ മുഖം തിരിച്ചു. അവളുടെ മുഖത്തെ വേദന ഇനിയും കാണാൻ ത്രാണിയില്ലാത്തതുപോലെ അവൻ കണ്ണുകളടച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പുറകെ അവളും. കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിനായി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തോളൂ. ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.